ഭയങ്കര കളിയാണല്ലോ. വിശപ്പൊന്നും ഇല്ല ഇന്ന്. തെറ്റിച്ച് അമ്മക്ക് ചോറന്ന് എനിക്ക് അച്ഛൻ 4 മണിക്കൊന്നും തന്നില്ല. കഴിച്ചോടാ. അവല ഇത് ശർക്കര നാളികേരൊക്കെ ഇട്ട് നല്ലാടാ. രാത്രി അവലാണോ തിന്നണമ്മ? മോനെ അരി തീർന്നൂടാ. അമ്മ കടയിൽ നിന്ന് വന്നപ്പോഴാ കാണണേ. നമുക്ക് നാളെ വാങ്ങിക്കാടാ കണ്ണാ. അച്ഛമ്മരെ കൊണ്ടൊന്നും മേടിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ കാശൊന്നും ഞാൻ പോയി മേടിക്കൂലേ. എന്റെ കണ്ണ അച്ഛമ്മ വയ്യാണ്ടപ്പുറത്ത് കിടക്ക. അച്ഛമ്മക്ക് എന്തോ ചായ? എന്ത് വയ്യായാന്നോ? നീ പനിവരം കള്ളപ്രാർത്ഥന പ്രാർത്ഥിച്ചില്ലേ? ആ വയ്യായിപ്പോ അച്ഛമ്മയ്ക്കാ വന്നിരിക്കണേ. അച്ഛമ്മയുടെ അപ്പുറത്തുണ്ട്. കഴിക്കടാ മോനെ. എടാ കഴിച്ചിട്ട് പോടാ. എനിക്കൊന്നും വേണ്ടാവില്ലേ. തൊടണ്ട, പൊയ്ക്ക, പകരൂ. അച്ഛനക്ക് വയ്യ. മഞ്ജുളോട്ടെന്നൊരു പാമ്പുണ്ടായിരുന്നല്ലോ, അതവിടെ പോയി. ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പൊക്കോ. ഇന്നച്ചമ്മ ഇത് ചാച്ചാ മതി, പെട്ടെന്ന് പനി പോവും. വല്ലതും കഴിച്ചാ? ഞാൻ തിന്നോളാം. നീ ഇത് കഴിച്ചേ. ആ താ. അമ്മ ഈ തുണി വീണ്ടും നനച്ചിരുന്നാ? വേണ്ട, വെള്ളം കൊടുത്താ. ആ വന്നാ? ആ ഇതേ നോക്കിയേ, മാമ വാങ്ങിച്ചതാ പോലീസ് ബൈക്കാ. ലൈറ്റ് ഉണ്ട് കണ്ടാ? ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, അണ്ടർടേക്കറിലുണ്ട്. അവന് ഇതിലെ വരാ. അതാരണ്ടേക്കറ്? ഇടിക്കാരനാടാ. അവന്റെ അനിയനുണ്ട്, അവന്റെ മുഖത്തെ ആശ്രയിച്ചു. അതാന്റെ മോമ്മൂടി വെച്ചാരാ. രണ്ടുപേരും അടിച്ചു പൊരിഞ്ഞിടിയ മോനെ. ആ ഇത് കണ്ണൊക്കെ എങ്ങനെ അറിയാ? അതൊക്കെ അറിയാടാ, വിനുവിന്റെ ഉള്ളുണ്ട്. ആ ചിരിയും ജലജൊക്കെ കാണാറുണ്ട്. നല്ല രസാ. പക്ഷേ മാമൻ പറഞ്ഞേ ഇതേ പോലീസ് ബൈക്കാണെന്ന്. നോട്ടെ. കണ്ണൻ ചേട്ടൻ അവൽ നനച്ചാ യാത്രഞ്ഞ ആടാ. അവല് യാത്ര കഴിഞ്ഞാലേ വയറിനൊക്കെ നല്ല മസിലായിരിക്കും. കണ്ട നല്ല ശക്തിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാനൊന്നില്ല. പക്ഷേ മാമൻ്റെ കോഴിയിറച്ചിയായിരുന്നു. വയറ്റ് തീരെ സ്ഥലമില്ല, അതുകൊണ്ട് ഞാൻ നാളെ തുടങ്ങി തിന്നു തുടങ്ങാം. എന്നും തിന്നട്ടാ. ചേട്ടാ ഈ നിജാം ബാക്ക് ഉണ്ടോ? നിജാം ബാക്ക് എനിക്ക് നിനക്കൊന്ന് മത്സരിച്ചു വാങ്ങുന്ന നിജാം ബാക്ക്. ഒന്ന് പോടാ വിട്ടോടി. കാലത്തിന് ഇങ്ങോട്ട് ഇറങ്ങിക്കോളൂ. എന്താ ഇതേ പല്ലുട്ടിക്കുള്ള ആളുവനുണ്ട്. ചേട്ടൻ പബ്ലിക്കം അച്ചാച്ചോ സ്കോറെന്തായി? എന്താണ് ഒരു പ്രാർത്ഥന? നല്ല കാട് കിട്ടാനാ. ദേ നമ്മുടെ സച്ചിൻ ദൈവം വിളി കേട്ടറാ. ഇത് പബ്ലിക്കമ്മ പല്ലുട്ട ആളല്ലേ, തിന്നുമ്പോ സൂക്ഷിക്കണട്ടാ. ഇന്നാരും ഉമ്മച്ചില്ല ദാമരട്ടെ കണ്ടേ. എന്നിട്ട് ബബിൾക്കം വിഴിഞ്ഞ ഇന്ന് രാത്രി നീ കിടന്നിട്ട് എണീച്ചാലേ നീ ചത്തു. സുഭീഷണന്റെ കളി ഒട്ടാകണ. പേടിക്കണ പേടിക്കണ. ആകട്ടെ തുറക്ക്. കുഴപ്പമില്ലടാ. ഉച്ചക്ക് ചാളക്കൂട്ടണേന്നല്ലേ? ചത്തുപോവോ? അസുഭീഷണ പറഞ്ഞേ പുള്ളായിരിക്കുള്ളൂ. സുബിച്ചേട്ടൻ എല്ലാ ദിവസവും കടിക്കുന്നതല്ലേ, പിന്നെ ആ കടയിലത്തെ ചന്ദ്രേട്ടനും പറഞ്ഞില്ലേ ഇതെന്തായാലും പുള്ളല്ലായിരിക്കും. ആ അത് ശരിയാട്ടാ, അവന് ദാന പ്രക്രിയൊക്കെ അറിയാ. പിന്നെ നീയേ ഉറങ്ങാണ്ടിരിക്കും. ഉറങ്ങിയാലേ ചത്തോളോ. നീ പിന്നെ അച്ഛനോടും അമ്മനോടൊന്നും പറഞ്ഞാട്ടാ, നല്ല അടിട്ടൂട്ടാ. കണ്ണൻചേട്ടാ ഞാൻ ചത്തുപോയാലേ എനിക്ക് വാവേനെ കാണാൻ പറ്റില്ല, കണ്ണൻചേട്ടനെ കാണാൻ പറ്റില്ല, രമേനെ കാണാൻ പറ്റില്ല. എന്നെ ഒന്ന് രക്ഷിക്കോ? ആ രക്ഷിക്കാടാ. നീ കുറെ വെള്ളം കുടിച്ചോ, പിന്നെ വേണമെങ്കിൽ പ്രാർത്ഥിച്ചോ. അപ്പത്തേക്ക് ഞാനൊരു നീ രക്ഷപ്പെടാനുള്ള വഴി കൊണ്ടുവരാ. ചത്തു.
അന്ന് സുഭിച്ചേണ്ട ദിവസമായിരുന്നു. ഞാൻ ശരിക്കും പെട്ടുടാ. ചില ദിവസം എങ്ങനെയാ, ദേ ഇപ്പൊ ഞാൻ പെട്ടില്ലേ. അപ്പോ വീണ്ടും നിങ്ങൾ സുഭിച്ചനോട് തോറ്റ് തുന്നാൻ പാടില്ലേ? തോറ്റ് നാണം കിട്ടുപോയി. ശരിക്കും കുറെ തോറ്റാലും ഉണ്ണിയും കണ്ണൻ നിന്നിട്ട് അടിപൊളി. ആദ്യം ഞാൻ അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചേ. പിന്നല്ലേ ചക്രത്തിന്റെ കാര്യം മനസ്സിലായി. ചക്രത്തിന്റെ കാര്യോ? ആ പിൻചക്രവും മുൻചക്രവും ആ എല്ലാം പറയടാ. ടയർ ശരിക്കും വെച്ച് അപ്പൊ ബബിളും വീങ്ങിട്ട് പഞ്ചരട്ടിയല്ലേ? ആ ചെറുതായിട്ട്. ആ ചെറുതാണല്ലേ. ആ ഓക്കെ. അപ്പൊ ബബിളും വീങ്ങിട്ട് എന്തായി? ചാകാതിരിക്കാൻ നമ്മൾ ദൈവത്തെ വിളിക്കില്ലേ? അങ്ങോട്ട് മനസ്സറിഞ്ഞു വിളിച്ചു. ദൈവമേ കൈവിടാതെങ്ങു ഞങ്ങളെ മഞ്ഞറാക്കുന്ന നീയെന്നോ ഇന്ന് നല്ല ഉണ്ണിയായല്ലോ ദൈവമേ. എന്ത് പറ്റിയാവോ? നാഴമേറും നിൻമഹശാഴിയിൽ ങ്ങളാകവേ കണ്ടിട്ടെന്തായി രക്ഷിക്കോ? എവിടെ ചെറ ഉണ്ണിടമ്മ രണ്ടാള് തൊപ്പിക്കുന്നുണ്ടല്ലോ. കണ്ണൻ ചേട്ടാ, അതെ കണ്ണൻ ചേട്ടൻ ഈ വണ്ടി എടുത്തോ, വേണമെങ്കിൽ ഈ മുറിയിലത്തെ എന്തെങ്കിലും എടുത്തോ. ആ ശ്ശോ. ഇത് വണ്ടി അതെ ഈ വെളിച്ചെണ്ണ വണ്ടി എന്നിട്ടില്ല. അതെ ഈ വെളിച്ചെണ്ണ പുരട്ടിയാ പിന്നെ ചക്കപ്പശ ഒട്ടൂല. ഓട്ടില്ലേ? ഇല്ല. ആ ഇതേ ഇങ്ങനെ കയ്യിലാക്കി കൊടുത്താ മതി. ആ ഡൗണ്ണേ നിനക്ക് വല്ല മനസ്സിലായ? ഇല്ല കണ്ണൻ ചേട്ടാ, ഇതൊക്കെ ഇത് കേടായി. അതൊക്കെ നമുക്ക് ശരിയാക്കടാ. എടാ മണ്ട, നീ കുറച്ച് വെളിച്ചെണ്ണ കുടിച്ചാൽ മതി. ബബിൾക്കത്തിന്റെ പശ പോവും. അതെല്ലേ? എന്തായാലും പോവും. പിന്നെ ഈ പോലീസ് വണ്ടി ഇല്ലേ, ഞാൻ ശരിയാക്കി തരാം. നീ പോയി ആരും കാണാതെ കുറച്ച് വെളിച്ചെണ്ണ കുടിച്ചോ. പക്ഷെ വണ്ടി തന്നെ ശരിയാക്കി തരണം കേട്ടാ. ആ താ. അതെ പിന്നെ വേണമെങ്കിൽ നീ ഒന്ന് ഉറങ്ങാണ്ടിരുന്നു. ഉറങ്ങാലേ ചത്തുള്ളൂ. നീ പേടിക്കണട്ടാ.